17:26 ഗുരുവായൂർ അമ്പലത്തേക്ക് പോവാണ്. ഗുരുവായൂർ അവസ്ഥയാണ് ഈ കാണുന്നത്. ഫുൾ വെള്ളത്തിലാണ്. മീനെ കൊച്ചു വളരെ അടിപൊളി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ പുലർച്ചെ മുതൽ ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണം. ശുദ്ധീകരണം നടക്കുന്നതിനാലാണ് നിയന്ത്രണമെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രകുളത്തിൽ കാൽ കഴുകി റീൽ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ദേവസ്വത്തിന്റെ തീരുമാനം. ഈ ഒരു അവസരത്തിൽ ഇത് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാൻ പറയും. എന്ത് കാഴ്ചയല്ലേ! ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും അകത്തും പുറത്തും റോഡിലും ഒക്കെ ആയിട്ട് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അതിലൂടെ മീനൊക്കെ ഓടി പോകുന്നു കണ്ടു എന്ന് ആൾക്കാർ പറയുകയാണ്. ആ ക്ഷേത്രമുറ്റത്തും റോഡിലും ഒക്കെ ഹിന്ദുവും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും അതേ വെള്ളത്തില് ഒരേ വെള്ളത്തില് ചവിട്ടി പോകുന്നു. വെള്ളം ആരുടെയും ജാതി മതം ചോദിച്ചല്ലോ ഒഴുകുന്നത്. കുറച്ചു നാൾ മുമ്പ് ജാസ്മിൻ ജാഫർ, ഒരു ഇൻഫ്ലുവൻസർ ആണ് പുള്ളിക്കാരി, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുളത്തില് കാല് നനച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് റീൽ എടുത്തു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകില് തന്നെ ഉണ്ടായി. ഓർമ്മയില്ലേ? ആചാരം പോയി, കുള അശുദ്ധിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായിരുന്നു. പിന്നെ 6 ദിവസത്തെ പൂജയും പുണ്യാഹം തെളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ പുകിലൊന്ന് അടങ്ങിയത്. ഇനിയിപ്പോ എന്താവും അറിയില്ല. ഒരു മുസ്ലിം പെൺകുട്ടി കാല് നനച്ചു എന്ന് പറഞ്ഞ് അവര് ശുദ്ധികലശം നടത്തി ആ കുളത്തില്. ഇനിയിപ്പോ ഈ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം ഈ നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ ശുദ്ധികലശം നടത്തേണ്ടി വരുമല്ലോ. കാരണം നമ്മളെല്ലാരും ജാതിയും മതവും, എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുള്ള ആൾക്കാര് ചവിട്ടി നടന്നു പോയ വെള്ളം തന്നെയാണ് എല്ലായിടത്തും ഒഴുകി എത്തിയേക്കുന്നത്. എപ്പോഴും ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മളെ ഒരു വലിയ കാര്യം എപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ വെള്ളം കഴുത്തറ്റം മുങ്ങി നിൽക്കുന്ന അവസ്ഥയില് ഒരു തോണിയായിട്ട് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നത് ചിലപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മത്സ്യത്തൊഴിലാളിയോ അല്ലെങ്കിൽ കൊല്ലംകാരെന്ന് പറഞ്ഞ് നിങ്ങൾ കളിയാക്കുമല്ലോ, ഒരു കൊല്ലംകാരനോ കൊല്ലംകാരിയോ ഒക്കെ ആയിരിക്കാം. അപ്പോ ആ തോണി കയറുന്നതിന് മുമ്പ് ആരെങ്കിലും ചോദിക്കോ, നിന്റെ ജാതി ഏതാ, നിന്റെ മതം എന്താ എന്ന് ചോദിക്കാൻ നിൽക്കുവോ? അപ്പോ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ നമുക്ക് മതം ഒരു പ്രശ്നമല്ല എങ്കിൽ, ജാതി ഒരു പ്രശ്നമല്ല എങ്കിൽ, ഒരു സാഹചര്യത്തിലും നമുക്ക് മതവും ജാതിയും ഒന്നും ഒരു പ്രശ്നമേ ആകാൻ പാടില്ല. ഇനിയെങ്കിലും എല്ലാരും കണ്ണു തുറക്കൂ. ലോകത്തെ ഒരു മതവും ഒരു ആചാരവും മനുഷ്യത്വത്തെക്കാൾ വലുതല്ല. പ്രളയത്തിന് നമ്മളെല്ലാരെയും ഒരുപോലെ കാണാൻ സാധ്യമാകുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ട് നമ്മൾ മനുഷ്യർക്കത് പറ്റുന്നില്ല?